നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ നടക്കുന്ന ധർണയിൽ ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. ഒരു വറ്റുണ്ണാനാൽ എന്റെ ഭഗവാന് വിശക്കില്ലേ, ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ ആ മനോഭാവത്തോടുകൂടി നോക്കുന്ന ക്ഷേത്ര ജീവനക്കാർ അവർ സംതൃപ്തരല്ലെങ്കിൽ അവിടെ നടത്തുന്ന പൂജാതി കാര്യങ്ങൾ ഭംഗിയായി നടക്കുമോ? അവിടെ നടത്തുന്ന കാര്യങ്ങൾ, ഇപ്പം പൂജയ്ക്ക് നടത്തുന്ന ചീട്ടാക്കുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് കൊണ്ടുവരുന്ന കാര്യങ്ങളുടെ ശുദ്ധി, ഇതൊക്കെ എത്രത്തോളം നടക്കും? ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന പലരിലൂടെയും ഇതൊക്കെ എത്രമാത്രം ഭംഗിയായിട്ട് നടക്കും? അപ്പോൾ ദുരുദ്ദേശം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. കാരണം ഒരു കാലത്ത് എന്തിനാണ് ക്ഷേത്രം? ക്ഷേത്രങ്ങൾ പൊളിച്ച് കപ്പ നടണം. ക്ഷേത്രത്തിന് എന്തിനാ പാറാവ് അല്ലെ? ഭഗവാന് അമ്പലത്തിൽ വിളക്ക് വെക്കണ എണ്ണയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പപ്പടം കാച്ചിക്കൂടെ എന്നൊക്കെയുള്ള കുതന്ത്രങ്ങളും കുമളികളുമായി അരങ്ങ് തകർത്തിരുന്നവർ അവരെയെല്ലാം പുറം തള്ളിക്കൊണ്ട് ഈ സമാജം വീട്ടിൽ പപ്പടം കാച്ചാൻ വെച്ച എണ്ണയെന്ന് ഊറ്റിക്കൊണ്ടുവന്ന് അമ്പലത്തിൽ വിളക്ക് എത്തിക്കും. അമ്പലത്തിലെ വിളക്ക് കത്തിക്കണ എണ്ണോണ്ട് വീട്ടിൽ പപ്പടം കാച്ചിക്കൂടെ എന്ന് ചോദിച്ചവരുടെ മുന്നിൽ അവർ നേരെ പ്രത്യുത്തരം കൊടുത്തത് വീട്ടിൽ നിന്ന് എണ്ണ ഊറ്റിക്കൊണ്ടുവന്ന അമ്പലത്തിൽ ഒരു മൺചരാതിലെങ്കിലും ഒരു തിരി നനച്ചവർ കത്തിച്ചു വെച്ച് ആ ചൈതന്യത്തെ ഉണർത്താനും സംതൃപ്തിപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങൾ നടത്തി. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ ഒരു കാലത്ത് ഇത് വേണ്ട എന്ന് പറഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സ് മാറുമോ? അപ്പൊ പുറത്തു നിന്ന് ഇപ്പൊ പണ്ട് കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പൊതുയോഗം തുടങ്ങണമെന്ന് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാ? കഥകളി തുടങ്ങണു എന്ന് അറിയണമെങ്കിൽ കേളികൊട്ടുണ്ടാവും. ഒരു തരത്തിൽ കഥകളി ഉണ്ട് എന്ന് അറിയിക്കാൻ കേളികൊട്ട് നടത്തുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുയോഗം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അവര് പാട്ടിടും. പണ്ടത്തെ പണക്കാണ് പെട്ടിപ്പാട്ട്. ഏതായിരിക്കും ആദ്യത്തെ പാട്ട്? വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞ തടപടപടാന്ന് പറഞ്ഞ വലിയ മ്യൂസിക്കിന്റെ ഒക്കെ പശ്ചാത്തലത്തോടു കൂടി എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പൊതുയോഗം തുടങ്ങുമ്പോൾ അവിടെ ആദ്യം നിശ്ചയമായി പാടുന്ന പാട്ട് വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ. വിപ്ലവം ഒട്ട് ജയിച്ചതുമില്ല, വിഗ്രഹം ഒട്ട് തകർന്നതുമില്ല, രണ്ടും നടന്നില്ല. വിപ്ലവം ഈ ലോകത്ത് എവിടെയും ജയിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. വിഗ്രഹങ്ങളൊന്നും തകർന്നില്ല. അപ്പൊ പുറത്തു നിന്ന് ഇത്രയും ആഞ്ഞു വിളിച്ചിട്ടും ഇത്രയും ആഗ്രഹിച്ചിട്ടും ഒരു വിഗ്രഹം പോലും തകർക്കാൻ സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ അവര് നിരാശയോടെ പിന്മാറിയില്ല. പുറത്തുനിന്ന് പറ്റിയില്ല വെച്ചാൽ അകത്തേക്ക് കയറാം. പുറത്തുനിന്ന് തകർക്കാൻ പറ്റാത്ത വിഗ്രഹങ്ങളെ അകത്ത് കയറി തകർക്കാം. അതിന്റെ ആ ലക്ഷ്യത്തോടു കൂടിയാണോ ക്ഷേത്രത്തിലെ നിത്യനിദാന കാര്യങ്ങൾക്ക് എല്ലാം കൂടെ നിൽക്കുന്ന ഭക്തജനങ്ങളെയും ആ ക്ഷേത്രത്തെയും ഇണക്കി ചേർത്ത് കൊണ്ടുപോകേണ്ടുന്ന കണ്ണിയാകുന്ന ജീവനക്കാരെ അസംതൃപ്തിയിലേക്ക് തള്ളിവിടുന്നത്? ക്ഷേത്രം തകർക്കാൻ കണ്ട ഏറ്റവും വലിയ വഴിയായിട്ടാണ് അവരതിനെ എടുത്തിരിക്കുന്നത്. അസംതൃപ്തരായ നമ്മൾ ഇനിയിപ്പോ ഇതിനെ ഒരു തൊഴിൽശാലയായിട്ട് എടുത്തോളൂ. അസംതൃപ്തരായ തൊഴിലാളികളെ കൊണ്ട് എവിടെയും നമുക്ക് ആ സ്ഥാപനം ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെയും ക്ഷേത്രങ്ങൾ പുറത്തുനിന്ന് തകർക്കാൻ പറ്റാത്തവർക്ക് ആ ക്ഷേത്രത്തെ അകത്ത് കയറി തകർക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയായാണ് ഈ അസംതൃപ്തരായ ജീവനക്കാരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മറ്റേ കാരണം പണമില്ലായ്മയല്ല. പണം കൊടുക്കാൻ ക്ഷേത്രത്തിന്റെ വരുമാനത്തിൽ നിന്ന് തന്നെ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ സർക്കാർ ഫണ്ടിറക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ മറ്റേ രാമായണം വായിച്ച് മോക്ഷം നേടിയെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു മുൻ ദേവസ്വം മന്ത്രി അറിയാമല്ലോ, ജി സുധാകരൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടു. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചത് തെറ്റാണ്. കാരണം നാളെ പള്ളിക്കാർ ചോദിച്ചാൽ കൊടുക്കണ്ടേ? സർക്കാരിന് ഇങ്ങനെ അമ്പലത്തിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റൂ? എന്ത് വിഡിത്തമാണ് അദ്ദേഹം പറയണത്? അമ്പലക്കാർ ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. അമ്പലക്കാർ ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. അത് ദാനമല്ല, അത് ഭിക്ഷയല്ല, അത് അവരുടെ അവകാശമാണ്. ക്ഷേത്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് ക്ഷേത്രങ്ങൾക്ക് നൽകാനുള്ള നിയമാനുസൃത ബാധ്യത, ഇവിടുത്തെ കോടതികൾ അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിയമാനുസൃത ബാധ്യതയുണ്ട്. ഇന്ന് സർക്കാരിന്റെ കയ്യിലുള്ള റവന്യൂ ഭൂമിയുടെ 1/3 ഭാഗവും ക്ഷേത്രത്തിൻ്റെതാണ്. ക്ഷേത്രങ്ങളുടെ വരുമാനവും അതുപോലെ തന്നെയാണ് പിടിച്ചെടുത്തിരുന്നത് ക്ഷേത്രങ്ങൾ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗം, വരുമാനത്തിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം, വരുമാനത്തിന്റെ ഒരു ഭാഗം എന്നല്ല പറഞ്ഞത്, വരുമാനത്തിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം ക്ഷേത്രങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള നിയമാനുസൃതമായ ബാധ്യത ക്ഷേത്രങ്ങൾക്കുണ്ട്. അത് കാലാനുസരണം പുതുക്കി കൊടുക്കുകയും വേണം. അത് ഇന്നത്തെ രൂപയുടെ മൂല്യം വെച്ചുകൊണ്ട് സർക്കാർ കൊടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇപ്പൊ കൊടുക്കണതിന്റെ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുവാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. ഇത് അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി പറയുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് എങ്ങനെയാ സർക്കാർ ഫണ്ട് അനുവദിക്കുക. അപ്പൊ പള്ളിക്കാർ ചോദിച്ചാൽ കൊടുക്കണ്ടേ? പള്ളി വേറെ, പള്ളിക്കൂടം വേറെ എന്നറിയാത്തവരായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്നു. പള്ളിയും പള്ളിക്കൂടവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പോട്ടെ, കയ്യിൽ കിട്ടിയ തീർത്ഥം എന്ത് വേണം എന്ന് പോലും അറിയാത്തവരും ദേവസ്വം മന്ത്രിയായി. കയ്യിൽ കിട്ടുന്ന തീർത്ഥം എന്ത് വേണം, സാനിറ്റൈസർ ആണെന്ന് വിചാരിച്ച് കൈകൊണ്ട് കഴുകി തൂത്ത് തുടച്ച ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു.
ക്ഷേത്രം തന്ത്രി അകത്തുനിന്നാല് ക്ഷേത്രത്തിനകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ കയ്യിലേക്ക് വിളക്ക് വെച്ച് തന്നില്ലേ എന്നും പറഞ്ഞ് ചെറിയ കുട്ടികളെ മാതിരി മോങ്ങി നടക്കണ ദേവസ്വം മന്ത്രി. അപ്പൊ എന്താണ് ക്ഷേത്രം, എന്താണ് ഇവിടുത്തെ ചടങ്ങുകൾ, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരാണ് ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കും, ക്ഷേത്ര ജീവനക്കാർ സമരം ചെയ്യേണ്ടി വരിക. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ക്ഷേത്രം അടച്ചിട്ട് പണി മുടക്കാൻ പറ്റുമോ? ബാക്കി എവിടെയും പണി മുടക്കാം അവർക്ക്. ഇവരുടെ ഗതികേട്, ക്ഷേത്ര ജീവനക്കാരുടെ ഏറ്റവും വലിയ ഗതികേട്. മറ്റാർക്കും സമരം ചെയ്യാം, പണിമുടക്കി സമരം ചെയ്യാൻ ക്ഷേത്ര ജീവനക്കാർക്ക് പറ്റുമോ? കാരണം അവർക്ക് പരമമായ ഉത്തരവാദിത്വം ഉള്ളത് ഭഗവാനോടാണ്. ക്ഷേത്രം അടച്ചിടാൻ പറ്റുമോ? ക്ഷേത്രത്തിനുള്ളിൽ കൊടി പിടിക്കാൻ പറ്റുമോ? അവിടെ 4 മുദ്രാവാക്യം വിളിക്കാൻ പറ്റുമോ? അപ്പൊ തൊഴിൽ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത പാവപ്പെട്ടവരാണ് ഇവര്. അവരാണ് നീതി ചോദിച്ചുകൊണ്ട് ഇവിടെ വരണേന്ന് കാശ് കൊടുത്ത ആളെ അവിടെ അമ്പലത്തിലാക്കിയിട്ടാവും വന്നത്. ഇന്ന് ഈ ധർണയ്ക്കൊന്ന് വന്നിരിക്കണമെങ്കിൽ, കാരണം അവർക്ക് ലീവ് വേണല്ലോ, ലീവില്ലാത്തൊരു വിഭാഗം ദേവസ്വം ജീവനക്കാരാണ്. സാധാരണ പറയാറുണ്ട് ക്ഷേത്രത്തില് ശാന്തിയേറ്റമായിരുന്നു, പിന്നെ സ്വൈരമില്ലല്ലോ, കാരണം എങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് തുല്യമാണ് എല്ലാ ജീവനക്കാരും, അവർക്ക് ലീവില്ല. അപ്പൊ ഇന്ന് ഈ ധർണയ്ക്ക് ന്യായമായ തൊഴിൽ സ്ഥലത്ത് പറ്റില്ല, ന്യായമായ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കണമെങ്കിൽ, അത് അധികൃതർക്ക് മുന്നിൽ എത്തണമെങ്കിൽ പോലും കയ്യിൽ ഈ വണ്ടിക്കൂലി എടുത്താൽ പോരാ, കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി പകരക്കാരെ അമ്പലത്തിൽ ഇരുത്തിയാണ് ഈ പറഞ്ഞ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊരു ഗതികെട്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ വാക്കുകൾക്ക് വലിയ ശബ്ദമായി പ്രതിധ്വനിക്കണം, അധികൃതരുടെ ചെവിയിൽ അത് എത്തണം. കാരണം സ്വന്തം തൊഴിൽ സ്ഥലത്ത് സമരം ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് അവിടെ പണി മുടക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജനശ്രദ്ധയെ ആകർഷിക്കാൻ, ഇപ്പൊ നാളെ മുതൽ പ്രൈവറ്റ് ബസ് സമരം തുടങ്ങിയാണ്. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ അവർക്ക് ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും ബസ് പണി മുടക്കിയിടാം. എന്നാൽ ക്ഷേത്ര ജീവനക്കാർക്ക് അതിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചെറിയ കണ്ണീര് പോലും വലിയ അലറിക്കരച്ചിലായി ഓരോരുത്തരുടെയും ചെവിയിൽ പ്രതിധ്വനിക്കുമ്പോൾ മാത്രമേ അതിന് പരിഹാരം കാണണമെന്ന തോന്നലുണ്ടാകൂ. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ HRNC എന്തിനാണ് മലബാർ ദേവസ്വം ബോർഡായതെന്ന്? ഒറ്റ കാര്യമുള്ളൂ, തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന മറ്റു പാർട്ടികളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നിരാശ ബാധിച്ചുള്ള ഭൈമി കാമുകന്മാർ ഞങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർക്കൊരു കാറ് കൊടുക്കണം, അവർക്കൊരു ഓഫീസ് കൊടുക്കണം, അവർക്കൊരു സംവിധാനം കൊടുക്കണം. അങ്ങനെയല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് വരുന്നത്? ഏതോ പാർട്ടിയിൽ നിന്ന് അല്ലെ, ഏതെങ്കിലുമൊക്കെ പാർട്ടിയിൽ നിന്ന് ഒന്നുകിൽ ചവിട്ടി പുറത്താക്കിയവരോ അല്ലെങ്കിൽ ഗതികെട്ട് വേറൊരു ആശ്രയമില്ലാതെ ഓടി വരുന്നവരോ ഒക്കെ അവർക്കൊക്കെ ഒരു ഇരിപ്പിടം കൊടുക്കണം. സ്വന്തം പാർട്ടിയിൽ തന്നെ പിണങ്ങി നിൽക്കുന്നവരെ എടുക്കണം. അതായിരുന്നല്ലോ ഇതുവരെയുള്ള പ്രസിഡന്റ് സ്വന്തം പാർട്ടിയിൽ പിണങ്ങി നിൽക്കുന്ന, സ്വന്തം പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തുന്നവരെ ഇനി അനങ്ങാതിരിക്കാൻ ഒരു ഭാരം വെച്ചു കൊടുക്കത. നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി മിണ്ടി പോവരുത്, വായൽ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ മിണ്ടരുത്. പാർട്ടിക്കകത്തുള്ള യാതൊരു ശബ്ദവും പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ. സഖാവ് മുരളിക്ക് പിന്നെ പാർട്ടിയിൽ ഒരു പ്രശ്നവും നമ്മൾ കണ്ടിട്ടില്ല. അതുവരെ എന്തായിരുന്നു? ക്ഷുഭിത യൗവനമായിരുന്നു. പാർട്ടിയെ നവീകരിക്കാൻ, പാർട്ടിയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ, പാർട്ടിയിൽ നീതി ഉണ്ടാക്കാൻ എന്തൊക്കെയോ കൂടി ക്ഷുഭിത യൗവനമായിരുന്ന മുരളിയെ പിടിച്ചെടുക്കാൻ ാണെങ്കിലും ഗുരുപൂജ